വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങും കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷിന് സ്വീകരണവും സംഘടിപ്പിച്ചു. SSLC+2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങും കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷിന് സ്വീകരണവും സംഘടിപ്പിച്ചു. SSLC+2, LSS, USS, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മന്ത്രി ഒ.ജെ. ജനീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് പലയിടങ്ങളിലായി കടന്നു വരും. അതൊരു കാര്യത്തിന് എനിക്ക് ആർക്കും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് സ്വയം തീരുമാനിച്ചാൽ മതി. പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി പുതിയത് വേണമെങ്കിൽ സ്ഥലം കണ്ടെത്തി തരിക, അല്ലെങ്കിൽ പഴയ സ്ഥലമാണുള്ളതെങ്കിൽ അതിൻ്റെ DPR തയ്യാറാക്കി നമുക്ക് ആ കാര്യങ്ങളൊക്കെ തീർക്കാം. അപ്പോൾ ബാക്കി കൂടാതെ കുറച്ച് വികസനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് 1-2 മന്ത്രിമാർ ഇപ്പോൾ KSD ചുമതല നമ്മുടെ സണ്ണി വക്കീലാണ്, അദ്ദേഹം KPC പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ആ അധികാരം ഉപയോഗിച്ച് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിനകത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് പണി പൂർത്തിയായി കിടക്കുന്ന ഒരു സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിന് ഈ ബജറ്റിൽ തന്നെ പൈസ വയ്ക്കണം, ഇപ്പോൾ തന്നെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണം, ഭയങ്കര ശക്തമായിട്ടുള്ള ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങളൊരു കാര്യമൊക്കെ ശരിയാണ്, ഞാൻ KPC പ്രസിഡന്റാണ്, അങ്ങനെ എന്നോട് കമാൻഡ് ചെയ്യാനൊക്കെ പറ്റും, ഞാനിത് ചെയ്തേക്കാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഈ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ നിയമസഭാ മണ്ഡലത്തിനകത്ത് കുറേ പോരായ്മയുണ്ട്. ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും തന്നേക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് തരാമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ആലീസ് തോമസ്, പ്രീതി രാജശേഖരൻ, രമേശ് മാടത്തിങ്കൽ, ഫസ്ന റിജാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അയൂബ് കരൂപ്പടന്ന, സന്ധ്യ വിനോദ്, ജിസ്ന ഫ്രാൻസിസ് ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഇത്തരം പരിപാടികൾ പ്രോത്സാഹനമാകുമെന്ന് അധികൃതർ അഭിപ്രായപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.